നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ മുന്നണികളും വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതിൽ ആശങ്കപ്പെടുന്നുണ്ട് എല്ലാവരും. ഇതേക്കുറിച്ചുള്ള വിശദമായ വാർത്തകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പകൽ വാർത്തയിൽ. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പുതിയ കണക്ക് വന്നപ്പോഴും പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് 71.16% മാത്രം. കൂടുതലുള്ള വടകരയിൽ പോലും 80%-ത്തിലെത്തിയില്ല. പത്തനംതിട്ടയിൽ 63% മാത്രം. പോളിംഗ് കുറയ്ക്കാൻ ബോധപൂർവ നീക്കമുണ്ടായെന്ന ആരോപണവുമായി സർക്കാരിനെ കടന്നാക്രമിച്ച് UDF. പോളിംഗ് വൈകിയത് UDF അനുകൂല ബൂത്തുകളിലെന്ന് KC വേണുഗോപാൽ. ബൂത്തുകളിലെ അസൗകര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. വീഴ്ചയുണ്ടായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. CPM-നെ പിടിച്ചുകുലുക്കി EP വിവാദം. ജയരാജൻ ജാവദേക്കർ ചർച്ച മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടെന്ന് ചെന്നിത്തല. പാർട്ടി ചർച്ച ചെയ്യുമെന്ന് തോമസ് ഐസക്കും K രാധാകൃഷ്ണനും. മറ്റന്നാളത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് വിവാദം ചർച്ച ചെയ്യും. തൃശൂരിൽ എന്തും സംഭവിക്കാമെന്ന രീതിയിൽ സ്ഥാനാർത്ഥികളുടെ പ്രതികരണം. CPM BJP ക്രോസ് വോട്ടിംഗ് സംശയിച്ച് മുരളീധരൻ. ഇടത് വോട്ടർമാർ BJPക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് VS സുനിൽകുമാർ. പറയാനുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി. പത്തനംതിട്ടയിൽ പോളിംഗ് കുത്തനെ കുറഞ്ഞതിൽ ആശങ്കയുള്ളപ്പോഴും അനുകൂലമെന്നവകാശപ്പെട്ട് സ്ഥാനാർത്ഥികൾ. CPM-ന്റെ കള്ളവോട്ട് തടഞ്ഞതും അനിൽ ആന്റണിക്ക് വോട്ടിടാൻ മടിച്ചതുമാണ് കാരണമെന്ന് ആന്റോ ആന്റണി. ആന്റോ തോൽവി സമ്മതിച്ചെന്ന് അനിൽ. LDF വോട്ടുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഐസക്. പതിവ് പോലെ കൂട്ടലും കിഴിക്കലും നടത്തുകയാണ് മുന്നണികൾ. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ഇന്നലത്തെ വോട്ടെടുപ്പിന്റെ ഏറ്റവും പുതിയ ശതമാനക്കണക്ക് ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത്. അപ്പോഴും 2019-നേക്കാൾ പോളിംഗിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഏകദേശം 6% കുറവെങ്കിലും 2019-നേക്കാൾ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടിയ പോളിംഗ് വടകരയിലാണ്. പക്ഷേ അവിടെ പോലും 80%-ത്തിലേക്ക് പോളിംഗ് എത്തിയിട്ടില്ല. 78% വടകരയിലെ പോളിംഗ്. ഏറ്റവും കുറവുള്ളത് 63.35% മാത്രം രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിലാണ്. കഴിഞ്ഞ തവണ 73% പോളിംഗ് ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ. കുറച്ചുകൂടി വ്യത്യാസം ഈ പോളിംഗിൽ വന്നേക്കാം. ഒരു കണക്ക് കൂടി വരാനുണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചത്. വീട്ടിലെ വോട്ടിന്റെ കണക്ക് ഇതിന്റെ കൂടെ ഉൾപ്പെട്ടിട്ടില്ല. അതുകൂടി വന്നിട്ട് പുതിയ ഒരു കണക്ക് കൂടി അവസാനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തുവിടുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. എന്നാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 6%-ഓളം വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ആശങ്കപ്പെടുന്നുണ്ട് മുന്നണികൾ. പക്ഷേ അവരാരും ഇത് തുറന്ന് സമ്മതിക്കുന്നില്ല. അതേസമയം ഒരാരോപണം ഇക്കാര്യത്തിൽ UDF ഉന്നയിക്കുന്നുണ്ട്. UDF ഉന്നയിക്കുന്ന ആരോപണം ഇന്നലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ബോധപൂർവമായ നീക്കം നടന്നിട്ടുണ്ട് എന്നാണ്. പോളിംഗ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നാണ് UDF-ന്റെ പ്രമുഖ നേതാക്കൾ ഇന്ന് ആരോപിച്ചത്. ഇതേക്കുറിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് UDF. ആദ്യം UDF നേതാക്കളുടെ പ്രതികരണം കേൾക്കാം. എത്ര മനോഹരമായിട്ട് ഇലക്ഷൻ നടക്കുന്ന സ്റ്റേറ്റാണ് കേരളം. എന്നാൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സമയം ഇലക്ഷൻ പ്രിപ്പറേഷന് വേണ്ടി കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു. സാധാരണയിൽ കവിഞ്ഞ് ഇലക്ഷൻ പ്രിപ്പറേഷന് കൂടുതൽ സമയം കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു. നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത്? 3%-ഓളം സ്ഥലങ്ങളിൽ, ഞാൻ മനസ്സിലാക്കി 3 മുതൽ 5 വരെ എടുക്കാം, ഞാൻ എന്റെ കോൺഫറൻസിൽ ഇന്നലെ പോയതാ, എല്ലായിടത്തും ഇലക്ട്രോണിക് മെഷീനുകൾ തകരാറിലായി. 1.5, 2, 3 മണിക്കൂർ വരെ മെഷീനുകൾ തകരാറായി പോളിംഗ് നടക്കാത്ത ഒരുപാട് കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഈ സമയത്ത് ക്യൂ നിന്ന ആളുകളെ 3 മണിക്കൂറും 4 മണിക്കൂറും 5 മണിക്കൂറും 6 മണിക്കൂറും സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരു ഇലക്ഷനായിരുന്നു ഇന്നലെ
കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മിഷണറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്. ഈ വോട്ടെടുപ്പുകൾ താമസം വന്നിരിക്കുന്ന ബൂത്തുകളിൽ ഞാൻ എന്റെ എല്ലാ സഹപ്രവർത്തകരോടും തന്നെ സംസാരിച്ചു, എല്ലാ കാൻഡിഡേറ്റ്സിനോടും സംസാരിച്ചു. അവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞ കാര്യം, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം, ഈ ഡിലേ വന്ന ബൂത്തുകളിൽ 90% UDF-ന് മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. 90% UDF-ന് മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. ഇത് കൂട്ടി വായിക്കേണ്ടത് ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്കിയായിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാർമാർ, അതിന് തിരുവനന്തപുരത്ത് തന്നെ അനുഭവം ഉണ്ടായല്ലോ, ഒരാളെ സസ്പെൻഡ് ചെയ്യേണ്ട നടപടി, ഒരാൾക്ക് നടപടി എടുക്കേണ്ട സാഹചര്യം ഉണ്ടായല്ലോ. മുതൽ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മഹാഭൂരിപക്ഷവും CPM-ന്റെ ആളുകളായിരുന്നു. എത്രയോ പേര് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴാണ് അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരേ ഇല്ലാന്ന് അറിയുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ പേരുകളാണ് നീക്കം ചെയ്തിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ. ഇരട്ട വോട്ടുകളുടെ കാര്യം നിങ്ങൾക്കറിയാം. അത് എന്റെ മണ്ഡലത്തിൽ നിന്ന് 33,000 വോട്ട് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു. ഐഡന്റിഫൈ ചെയ്ത് 1000-ഓളം ഞാൻ കണ്ടെത്തി ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി അതിൽ ഇടപെടുകയും ചെയ്യും. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്. അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങൽ ഉണ്ടായി, കേസായി, നടപടിയെടുത്തതാണ്. എന്നിട്ടും ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാണ്, ഇരട്ട വോട്ടുകൾ. ഗുരുതരമായ ആരോപണമാണ് UDF ഇന്ന് ഉന്നയിച്ചത്. അത് പ്രമുഖ നേതാക്കൾ പലരും ഇക്കാര്യം ആവർത്തിക്കുകയുണ്ടായി. ഇന്നലെ തെരഞ്ഞെടുപ്പ് ഹൈജാക്ക് ചെയ്യുവാനുള്ള ഒരു നീക്കം ഉണ്ടായി എന്നുള്ള ആരോപണമാണ് UDF ഇന്ന് ഉന്നയിച്ചത്. അതുകൊണ്ടാണ് പോളിംഗ് ശതമാനത്തിൽ ഇത്രമാത്രം കുറവുണ്ടായത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഹൈജാക്കിംഗ് നടന്നതുകൊണ്ടാണെന്നാണ് UDF ആരോപിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിൽ, പോളിംഗ് സ്റ്റേഷനുകളിൽ വേണ്ടത്ര സൗകര്യമില്ലായിരുന്നു. ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വന്നു. പോളിംഗ് പലപ്പോഴും മനഃപൂർവ്വം വൈകിപ്പിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുകൾ ഉണ്ടായിരുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെട്ടില്ല. ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് UDF. ഇതിൽ ഈ പോളിംഗ് വൈകിയ 90% ബൂത്തുകൾ UDF-ന് മേധാവിത്വം കിട്ടുന്ന ബൂത്തുകളാണ് എന്നുള്ള പരാതിയും ഉണ്ട് UDF-ന്. ഇതേക്കുറിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ VV വിനോദ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, ഇതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അല്പം മുമ്പ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് ഈ പോളിംഗ് വൈകുന്നതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സമ്മതിക്കൽ കൂടി നടത്തിയിട്ടുണ്ടല്ലോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പോൾ ഇത് UDF ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരം എന്ന് തന്നെയാണല്ലോ വരുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണമല്ലേ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? മഞ്ജുഷ്, തീർച്ചയായും ഇതിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നത് ശരിയാണ്. കാരണം പല ബൂത്തുകളിലും, അതായത് ഇപ്പോൾ ഈ ആരോപണം ഉയരുന്നത് പോലെ തന്നെ 3 മുതൽ 5% വരെ ബൂത്തുകൾ, ഇവിടെയൊക്കെ 4 മണിക്കൂർ വരെ ആളുകൾ കാത്തു നിൽക്കേണ്ടി വന്നു എന്ന അത്യന്തം ഗുരുതരമായ ഒരു സ്ഥിതി. അവിടെയാണ് ഈ പരിചയക്കുറവിന്റെ കാര്യം ഒരു ഔദ്യോഗിക വിശദീകരണമായി വരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് 45 ദിവസത്തിന്റെ പ്രചരണത്തിന് തന്നെ 45 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് 50 ദിവസത്തോളം ഇതിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നതാണ്. എന്നിട്ട് കൂടി അതിന്റെ കൃത്യമായ നടപടികൾ പാലിക്കാനോ ഈ പിഴവുകൾ ഒഴിവാക്കിക്കൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചില്ല എന്നത് തന്നെയാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു? ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാണോ, ബോധപൂർവം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതാണോ? അത് ഈ ആരോപണങ്ങൾ വരുമ്പോൾ അക്കാര്യം കൂടി പരിശോധിക്കേണ്ടി വരുന്നുണ്ട്. ഏതായിരുന്നാലും അത്യന്തം ഗുരുതരമായ ഒരു സ്ഥിതി തന്നെയാണ്, അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ക്യൂവിൽ നിന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളം പോലും കൊടുത്തില്ല എന്ന ഒരു കാര്യം, അത് നമുക്കറിയാം, ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാം. അങ്ങനെ ആളുകൾ മടങ്ങിപ്പോകുന്ന നില UDF പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ബൂത്തുകളെല്ലാം പരിശോധിച്ചാൽ ഇതെല്ലാം തന്നെ UDF-ന് ശക്തിയുള്ള, UDF-ന് കാലാകാലങ്ങളായി വോട്ടുകൾ കിട്ടുന്ന ബൂത്തുകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബോധപൂർവമുള്ള ശ്രമമാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ വലിയൊരു പങ്ക് LDF-ന്റെ അനുഭാവം ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസ് സംഘടനകളിൽപ്പെട്ടവരോ CPM ബന്ധമുള്ളവരോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട്. ഇതേക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ്. ശരി വിനോദ്, പക്ഷേ ഈ ബീപ്പ് സൗണ്ട് കേൾക്കാൻ വൈകി എന്ന രീതിയിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പരാതി ഔദ്യോഗികമായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. അദ്ദേഹം ഇതിൽ ഈ താമസം വരുവാനുള്ള ഒറ്റ കാരണം പറയുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിചയക്കുറവുണ്ടായിരുന്നു, ഇത് മാത്രമാണല്ലോ അല്ലേ? അങ്ങനെ ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടെങ്കിൽ കൂടി കഴിഞ്ഞ ദിവസം നമ്മൾക്ക് കൃത്യമായി അറിയാവുന്നതായിരുന്നു. വോട്ടർമാരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നതാണ്, പാർട്ടി പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ ഉണ്ടായതാണ്. അതായത് വോട്ട് ചെയ്ത ശേഷം ബീപ്പ് ശബ്ദം പലയിടങ്ങളിലും വൈകുന്നു. അത് യന്ത്ര തകരാർ എന്ന സാങ്കേതിക കാര്യം ആണെങ്കിൽ കൂടിയും
മറ്റ് പല സാഹചര്യങ്ങൾ, അതായത് 5 മണിക്കൂർ വരെ നീണ്ടുപോവുക, വോട്ടെടുപ്പ് തുടങ്ങാനുള്ള കാലതാമസം, പല ബൂത്തുകളിലും 2-3 മണിക്കൂർ വൈകിയാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയത് തന്നെ, വോട്ടെടുപ്പ് തുടങ്ങിയത് തന്നെ. ആ സമയത്തൊക്കെ വന്ന വോട്ടർമാർ മടങ്ങിപ്പോകുന്ന നിലയുണ്ടായി. ഇതെല്ലാം തന്നെ ഈ വോട്ടിംഗ് ശതമാനത്തിൽ, ഇപ്പോഴത്തെ കാലാവസ്ഥ വലിയ ചൂട് കൂടിയ കാലാവസ്ഥയാണ്, അതോടൊപ്പം തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ കൂടി വോട്ടിംഗ് ശതമാനം കുറയ്ക്കുന്നതിന് ഇടയാക്കി എന്ന ഒരു വിലയിരുത്തലാണ് ഉള്ളത്. മഞ്ജു, ശരി വിനോദ്, എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവുണ്ടായിരുന്നു, പക്ഷേ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. UDF ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് മനഃപൂർവ്വം പോളിംഗ് വൈകിപ്പിച്ചു, അങ്ങനെ പരമാവധി വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്നത് തടഞ്ഞു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം ഇത്രയ്ക്ക് കുറയാൻ കാരണമായതെന്നും ഇതിൽ കൂടുതൽ ബൂത്തുകളും UDFന് മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നുവെന്നുമാണ് UDFന്റെ പരാതി. പോളിംഗ് ശതമാനം ഇത്രമാത്രം കുറഞ്ഞതിൽ ആശങ്കപ്പെടുന്നുണ്ട് സ്ഥാനാർത്ഥികൾ, പക്ഷേ അവർ അത് തുറന്നു പറയുന്നില്ല. തൃശ്ശൂരിൽ 3 സ്ഥാനാർത്ഥികളും പ്രതികരിച്ചു. അതിൽ ക്രോസ് വോട്ടിംഗ് ആരോപണം ഉന്നയിക്കുന്നുണ്ട് കെ മുരളീധരൻ. BJPയും CPMും തമ്മിലുള്ള ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതായി മുരളീധരൻ പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇടതു വോട്ടുകൾ തനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് VS സുനിൽകുമാർ പറയുന്നു. ജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് സുരേഷ് ഗോപിയും. 3 പേരുടെ പ്രതികരണവും അതുപോലെ തന്നെ കള്ളവോട്ടും ഒരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് തൃശ്ശൂരിൽ ഉയർന്നു വരുന്നുണ്ട്. ആലത്തൂരിലെ വോട്ടുകൾ അത് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് BJP ചേർത്തു എന്നുള്ള ഗുരുതരമായ ആരോപണം അതിപ്പോഴും ആവർത്തിക്കുകയാണ് UDFും LDFും. ഡാനി പോളിന്റെ റിപ്പോർട്ട് കാണാം, ഒപ്പം സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം, ഏതാണ്ട് ത്രികോണ മത്സരം, സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ഒരു മത്സരമായിരുന്നു തൃശ്ശൂരിലുണ്ടായതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. നമുക്കൊപ്പം UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു വലിയ രീതിയിലുള്ളൊരു നല്ല രീതിയിലുള്ള പോളിംഗ്? അതായത് മറ്റ് സ്ഥലങ്ങൾ ബാധിച്ച പോലത്തെ ഒരു നേരിയ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും പോളിംഗ് ആരംഭിച്ച് അവസാനിക്കാൻ 6 മണിക്ക് ശേഷവും ചില സ്ഥലങ്ങളിൽ പോളിംഗ് ഏതാണ്ട് 20ഓളം ബൂത്തുകളിൽ മിനിമം പോളിംഗ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചിലത് 8:30ക്കാണ് കഴിഞ്ഞത്. ഞാൻ പോളിംഗ് ബൂത്തുകളൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു. ചിലത് 8:30ക്കാണ് കഴിഞ്ഞത്, ചിലത് 10 മണി വരെ നീണ്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ UDFന് പോൾ ചെയ്യപ്പെടേണ്ട വോട്ടുകളൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വോട്ടെടുപ്പ് വളരെ എല്ലായിടത്തും നടന്നത്. പല ഘടകങ്ങളുണ്ട്. ഒന്ന് VVPATന്റെ സെറ്റ്, അത് ക്രമീകരിച്ച രീതി, അതായത് ചിത്രം തെളിഞ്ഞു കണ്ടതിന് ശേഷം പിന്നെയും ബീപ്പ് സൗണ്ട് വരാൻ സമയമെടുക്കുന്നുണ്ട്. അവിടെയാണ് ഡിലേ വരുന്നത്. സാധാരണ രീതിയിൽ പോലെ നമ്മളിപ്പോൾ വോട്ട് ചെയ്ത് VVPATൽ ചിത്രം തെളിഞ്ഞാൽ ഉടനെ നമുക്ക് പോവാം. ഇതങ്ങനെയല്ല, അതിനുശേഷം വീണ്ടും ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത് ഈ ചിത്രം കാൻഡിഡേറ്റിൻ്റെ ചിത്രവും ചിഹ്നവും കണ്ട് മടങ്ങുമ്പോഴേക്ക് അവർ പറഞ്ഞു, സാർ പോകാൻ വരട്ടെ, ബീപ്പ് സൗണ്ട് വന്നിട്ടില്ല. ഞാൻ വീണ്ടും ചെന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 5-8 സെക്കൻഡ് പിന്നെയും എടുത്തു. അപ്പോൾ ഇതെല്ലാം പോളിംഗ് വൈകാൻ കാരണമായി. പിന്നെ ചിലയിടങ്ങളിൽ പ്രിസൈഡിങ് ഓഫീസർമാരുടെ മോശമായി പെരുമാറി ചില സ്ഥലങ്ങളിൽ. പക്ഷേ അതിലൊരു പ്ലസ് പോയിന്റ് തൃശ്ശൂർ പാർലമെൻറ്റിനെ സംബന്ധിച്ചുള്ളത്, കലക്ടർ പരാതി കൊടുത്താൽ ഉടനെ ആക്ഷൻ എടുക്കാൻ അധികം തയ്യാറായിരുന്നു. പക്ഷേ വന്നതെന്താണെന്ന് പറഞ്ഞാൽ ഈ യന്ത്ര തകരാറ് പരിഹരിക്കാനുള്ള എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെ അഭാവം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കുറ്റക്കാരൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. കാരണം ഇത് സജ്ജീകരിച്ച രീതി ശരിയായിട്ടില്ല. പോളിംഗ് കുറഞ്ഞത് ആശങ്കയില്ലെന്ന് മാത്രമല്ല, അത് വലിയ പ്രതീക്ഷ, ഞങ്ങളുടെ വിജയപ്രതീക്ഷയ്ക്ക് കരുത്ത് പകർന്നതും ഞങ്ങളുടെ ഭൂരിപക്ഷം നന്നായി വർദ്ധിക്കുന്നതാണ്. കാരണം ഞങ്ങളുടെ പോളിംഗ് സ്ക്വാഡുകൾ ഞങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നു. ആ പോളിംഗ് സ്ക്വാഡുകൾ ഞങ്ങളുടെ വോട്ടുകളൊക്കെ ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല പണി ഞങ്ങളുടെ ആളുകൾ ചെയ്തിട്ടുണ്ട്, നന്നായി പണിയെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ UDF അങ്ങനെ ഈ ബോർഡുകൾ വെക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഉള്ള പ്രവർത്തനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഈ 1.5 മാസം ആവശ്യത്തിലധികം വിഷയങ്ങൾ തൃശ്ശൂർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായതല്ല, ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതത്രേ ഉള്ളൂ. അത് ആൾക്കാർക്ക് അറിയാം, ഉണ്ടായതല്ല ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. ഇവിടുത്തെ മതേതര വിശ്വാസികളുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് തോന്നിയപ്പോൾ അവരൊരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു CPMന്റെ ഒരു കേഡറോട് CPM നേതൃത്വത്തിന്
ഇത്തവണ നിങ്ങൾ BJP വോട്ട് ചെയ്യുമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവോ, അങ്ങനെ പറയോ, പറഞ്ഞവർ ചെയ്യോ? ഈ 3 കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പിന്നെ ഗോവിന്ദൻ മാഷിക്ക് എന്ത് രാഷ്ട്രീയമുണ്ടോ ആ രാഷ്ട്രീയം തന്നെയുള്ള ആൾക്കാരാണ് CPMന്റെ സാധാരണ പാർട്ടി മെമ്പർമാരെന്ന് പറഞ്ഞ ആൾക്കാർ. തൃശ്ശൂരിലെ അന്തരീക്ഷം ഇങ്ങനെ കലക്കിയെടുക്കുന്നത് ആരായിരുന്നു മുൻപന്തിൽ? BJP ഒന്നാമത്തെ കക്ഷി BJP. കാരണം അവർക്ക് BJP എപ്പോഴും സ്ട്രെയിറ്റ് രാഷ്ട്രീയമല്ല. BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ഒന്ന് വ്യാജമായി വോട്ട് ചേർക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു മെഷീനറി വർക്ക് ചെയ്തു. ഇതിലെ ഇന്നിപ്പോൾ കെ മുരളീധരൻ പറഞ്ഞൊരു വിഷയമുണ്ട്. കെ മുരളീധരൻ പറയുന്നു BJP കള്ള വോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവിടെ, അതോടൊപ്പം ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട്, അത് CPM ആണ്. അതിന് അതായത് സ്വന്തം പാർട്ടി നേതാവിനെ പത്മജ വേണുഗോപാലിനെ സ്വന്തം പാർട്ടിയിൽ നിർത്താൻ പറ്റാതെ BJPയിലേക്ക് കൊണ്ടുകൊടുത്ത ആളുകളാണ് കോൺഗ്രസ് നേതൃത്വം. അതിന് മറുപടി പറയട്ടെ. അല്ലാതെ ഇവിടുത്തെ ക്രോസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ പറയുന്ന കാര്യത്തിന് ഉണ്ടാവേണ്ട അടിസ്ഥാനപരമായ കാര്യം അതിനകത്ത് സത്യം ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോ, മുരളീധരൻ ഇവിടെ മത്സരിക്കുമ്പോൾ മുരളീധരനെ സഹായിക്കാൻ ഏത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നത്? അദ്ദേഹം ഇപ്പോൾ പറയില്ല, 4-ാം തീയതി കഴിഞ്ഞാൽ മുരളീധരൻ പറയത്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇത് പറയാനുള്ള ഒരു സാഹചര്യം? ഏത് പറയാൻ? ഈ മുരളീധരൻ ഇങ്ങനെ ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരാം, തോൽക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട്. തോൽക്കുന്നു തോന്നിയപ്പോൾ പറയല്ലേ? ഞാൻ റിവ്യൂ ഒന്നും നടത്തിയിട്ടില്ല. എൻ്റെ റിവ്യൂ ഞാൻ പ്രചരണത്തിന് നടക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ റിവ്യൂ നടന്നിട്ടുള്ളത്. പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് വന്നിട്ടില്ല. എങ്കിലും അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി എൻ്റെ ചാർജ് ഉണ്ടായിരുന്ന വിനോദ്ജി ആയാലും ഉണ്ണികൃഷ്ണൻ മാഷായാലും പിന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും ചാർജ് ഉണ്ടായിരുന്ന സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കുമുണ്ടായി എന്ന് കരുതിക്കോളൂ. വടകരയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വടകരയിൽ പോളിംഗിൽ വലിയ കുറവ് ഉണ്ടായിട്ടുമില്ല. പക്ഷേ വോട്ടെടുപ്പിന് ശേഷവും വിവാദം കെട്ടടങ്ങിയിട്ടില്ല വടകരയിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉണ്ടായിരുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ അതിപ്പോഴും തുടരുകയാണ്. തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണത്തിന് ശ്രമിച്ചിട്ടില്ല എന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കൃത്യമായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും കാഫിർ എന്ന് വിളിച്ചു. അതിൽ ഞാൻ മൗനം പാലിച്ചു. അത് വളരെ സൗമ്യനായി അഭിനയിച്ചു, നിഷ്കളങ്കനായി അഭിനയിച്ചു എന്നൊക്കെ ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒന്നല്ലെങ്കിൽ ഇത് വളരെ ബോധപൂർവം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കുന്നൊരു കാര്യം, അതല്ലെങ്കിൽ ഇത് ഫേക്കാണെന്ന് പോലും തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിവ് കൊടുക്കാൻ ആളുകൾക്ക് കഴിയും. പക്ഷെ തിരിച്ചറിവ് ഫേക്കാണെന്ന് കൊടുക്കാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം തന്നെ എനിക്ക് മനസ്സിലായി. ഈ പോസ്റ്റ് ഇട്ട് അത് ഡിലീറ്റ് ചെയ്ത ആളുകളെ ഇതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ? ഞാൻ ഇന്നലെ രാത്രി തുണേരിയിലൊക്കെ പോകുമ്പോൾ ഏകദേശം 12 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അവരുടെ ലാസ്റ്റ് ആൾ വോട്ട് ചെയ്തിട്ട് 10 മിനിറ്റോ 15 മിനിറ്റോ ആയിട്ടുള്ളൂ. വോട്ട് ചെയ്യാൻ വേണ്ടി അത്രയും മണിക്കൂറുകൾ വരിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവരുണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഇത് വളരെ വലിയ പ്രയാസം വോട്ടർമാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് രാവിലെ മുതൽ ഇതിൻ്റെ പേസ് വളരെ വളരെ സ്ലോ ആണെന്നും ആളുകൾക്ക് ഇത് പ്രയാസമുണ്ടാക്കുന്നു, രാവിലെ മുതൽ ബൂത്തിൽ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ സംവിധാനത്തിൻ്റെ എല്ലാ റാങ്ക് ആൻഡ് ഫയലിലും ഞങ്ങൾ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്പീഡപ്പ് ആക്കാനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇടപെടലോ അത്തരം ഒരു സിൻസിയർ ആയിട്ടുള്ള അപ്രോച്ചോ പലയിടങ്ങളിലും കണ്ടില്ല എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉയർന്നു വന്ന വിവാദങ്ങളെക്കുറിച്ച് ഇന്ന് ഷാഫി പറമ്പിൽ പ്രതികരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ കണ്ടതുപോലെയുള്ള വളരെ പതുക്കെയുള്ള പോളിംഗ് അതായിരുന്നു വടകരയിലും ഉണ്ടായിരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട് സമ്മതിദായകർക്ക് ഉണ്ടായി എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇതിപ്പോൾ ഈ വ്യാജ ഫോട്ടോ, വ്യാജ വീഡിയോ ആരോപണങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രതിഫലിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള ചർച്ചകളാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഷാഫി എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്?
മഞ്ജുഷ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം ഈ കാഫറിന് വോട്ട് ചെയ്യരുതെന്ന രീതിയിൽ ശൈലജ ടീച്ചറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചൊരു പ്രചാരണം ഉണ്ടായിരുന്നു. ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നത്. ഇത്തരമൊരു ഫോട്ടോ ഇറക്കിയാൽ അല്ലെങ്കിൽ കാഫറിന് വോട്ട് ചെയ്യരുത് എന്ന രീതിയിൽ പ്രചാരണം നടത്തിയാൽ അത് തനിക്കൊരു തരത്തിലും ഗുണകരമാവില്ല എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി തനിക്കുണ്ട്. പക്ഷേ ആ ഒരു കാർഡ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ വെച്ച് ടീച്ചർ തന്നെ വീണ്ടും മോശക്കാരനാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഷാഫി പറയുന്നത്. കാരണം വർഗീയ ധ്രുവീകരണത്തിനായി ഒരു ഘട്ടത്തിലും താൻ ശ്രമിച്ചിട്ടില്ല. മണ്ഡലത്തിൽ അത്തരമൊരു കാര്യം താൻ പറഞ്ഞിട്ടില്ല. പാലക്കാട് മത്സരിച്ച ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ ഒരു വോട്ട് പോലും താൻ നേടാൻ ശ്രമിച്ചുമില്ല. ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കുപരി വർഗീയ ധ്രുവീകരണത്തിന് താൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഇടത് നേതാക്കളുടെ ഭാഗത്തുനിന്നും ശൈലജ ടീച്ചറുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് ഒരു തരത്തിലും ശരിയല്ല, അത് നീതീകരിക്കാൻ കഴിയില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഒപ്പം ഇടത് കേന്ദ്രങ്ങൾ ആ രീതിയിൽ പ്രചരിപ്പിച്ചുവെന്നും പറയുന്നു. കാരണം ഒരു പ്രത്യേക മതത്തിൻ്റെ ആളായതുകൊണ്ടും ഈ ലീഗാണ് കൂടുതൽ പ്രചരണം നടത്തുന്നത് എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങളെ പൂർണ്ണമായും ഷാഫി തള്ളുകയാണ്. കോൺഗ്രസിൻ്റെയും RMPയുടെയും ലീഗിൻ്റെയും കൃത്യമായ ഏകോപനത്തിലും അവരുടെ പങ്കാളിത്തത്തിലുമാണ് തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടന്നത്. അങ്ങനെ ആദ്യ ഘട്ടത്തിൽ വ്യക്തിഹത്യ പരാതി നൽകുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ കാഫർ എന്ന രീതിയിൽ ടീച്ചറിനെതിരെ വന്ന ആ കാർഡ് വ്യാജമെന്ന് തിരിച്ചറിയാൻ ഈ LDFന് കഴിഞ്ഞില്ല എന്നും അത് കൃത്യമായി തനിക്കെതിരെ ഉപയോഗിക്കുകയായിരുന്നു എന്നുമാണ് ഷാഫി പറഞ്ഞത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അയാൾ ആരാണ്? കേന്ദ്രമന്ത്രി ഒന്നും അല്ലല്ലോ. എന്തിനാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നത്? ഇതിലേ പോയി കാണല്ലോ, എന്റെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ. ഈ റോഡിൽ കൂടി പോയി കാണല്ലോ, ഈ റൂട്ടിൽ കൂടി, ഹൈവേ കൂടി, NH കൂടി പോയി കാണല്ലോ. എന്റെ ബോർഡ് അവിടെ ഇരിക്കണ്ടല്ലോ, ഇദ്ദേഹം കയറിയില്ലല്ലോ, എന്നാ കയറി കണ്ടേക്കാന്ന് വിചാരിച്ചു. ഇത് ആക്കുളത്ത് പോയിട്ടേ, ആക്കുളത്താണ് ഈ വീട്, ഹൈവേയിൽ പോലും അല്ല, ആക്കുളത്താണ്. അവിടെ പോയെന്ന് പറഞ്ഞു. ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? അല്ലാന്ന് ഞാൻ അന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു ദിവസം ജയരാജ് ചോദിച്ചു, നന്ദകുമാറിനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ചല്ലേ ഈ വൈറ്റ്ലയിൽ വന്നിട്ട് നന്ദകുമാറിന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ പേരിൽ അവരെ വന്ന് ഷോൾ അണിയിച്ചത്. പിന്നെ അവര് തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് ഇപ്പൊ പിണറായി വിജയൻ തന്നെ സമ്മതിച്ചില്ലേ. അപ്പൊ ഇത് പിണറായി വിജയൻ അറിയായിരുന്നല്ലോ, നന്ദകുമാറുമായിട്ട് ബന്ധമുണ്ട്, പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം അറിയാവുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ. സ്വന്തം എന്നിട്ട് ഇന്നലെ വന്ന് തള്ളിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നലെ വന്ന് നന്ദകുമാറുമായിട്ടുള്ള ബന്ധം തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. നന്ദകുമാറായിട്ട് EP ജയരാജനും ബന്ധമുണ്ടെന്നും CPMലെ പലർക്കും ബന്ധമുണ്ടെന്നും നന്നായി അറിയാവുന്ന ആളല്ലേ പിണറായി വിജയൻ. പാർട്ടി യോധി പറഞ്ഞിട്ടില്ലല്ലോ, തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടി CPM കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടില്ലല്ലോ. ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് കൂടുമ്പോ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരാളുമായിട്ട്, ഇങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരാളുമായിട്ട് ഈ ജയരാജന് ബന്ധമുണ്ട്, ആ ജയരാജൻ ആ ബന്ധം അവസാനിപ്പിക്കണം. അതെ പാർട്ടി തീരുമാനമെടുത്ത് ഈ ഗവർണർ പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി സെക്രട്ടറി അല്ലേ, പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ വന്നിട്ട് അത് നാടകമല്ലേ, ഇന്നലെ വന്നിട്ട് കാണിച്ചിരിക്കുന്ന. അല്ല തീർച്ചയായിട്ടും ചെയ്യുമല്ലോ, ഉറപ്പായിട്ട് ചെയ്യുമല്ലോ. അങ്ങനെ പാടില്ലല്ലോ. വിശദീകരണമെങ്കിലും ചോദിക്കല്ലോ, എന്തിനാ നിങ്ങൾ കണ്ടത് ചോദിക്കുമല്ലോ. ഇത് അതില്ലല്ലോ, ഉറപ്പായിട്ട് ചോദിക്കും. കാണാൻ പാടില്ല. ഇപ്പൊ ഞാൻ കാണാൻ പാടില്ല. എന്നോട് എന്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ എന്തിനാ വരണത്? ശരി, നമുക്ക് പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാം, എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഒഴിവാക്കൂല്ലേ. അങ്ങനെ പോയി അങ്ങനെ ഒരു സൗഹൃദ സന്ദർശനമാണോ? അങ്ങനെ പോകുന്ന ആളുകളാണ് അവരെല്ലാം. അതല്ലല്ലോ, ഇവർ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണുന്നതല്ലേ. എന്താ ഈ പറയണേ? അതേ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഓക്കെ, മുഖ്യമന്ത്രി പോയി കണ്ടാലും മുഖ്യമന്ത്രിയെ പോയി കണ്ടാലും ഒന്നും ഒരു കുഴപ്പമില്ല. കേന്ദ്രമന്ത്രി അല്ലെന്ന് BJPയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ആളാണ്. ആളായിട്ട് എന്ത് ചർച്ച നടത്തുന്നത്? അല്ല, ഞങ്ങൾ ഉറപ്പായിട്ടും അന്വേഷിക്കും, അന്വേഷണം നടത്തുകയും വേണം ഉറപ്പായിട്ട്. ഈ ഇലക്ഷൻ ഇങ്ങനെ, അതായത് ഇങ്ങനത്തെ ഒരു ഇലക്ഷൻ ഭാവിയിൽ നടക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പൊ കഴിഞ്ഞു പോയത് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ?
ഇനി വരാൻ പാടില്ല, ഇനി ഇലക്ഷനുകൾ ജയരാജൻ വിഷയം പ്രതിപക്ഷം വീണ്ടും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജാവ്ദേക്കറുമായി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. ഇതാണ് UDFന്റെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെയും ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇന്നും അദ്ദേഹം ഇക്കാര്യം ആവർത്തിക്കുകയാണ്. ഇന്ന് രമേശ് ചെന്നിത്തലയും ഇക്കാര്യം പറഞ്ഞിരുന്നു. CPMന്റെ നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് K രാധാകൃഷ്ണനും തോമസ് ഐസക്കും പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് നിലപാടെന്ന് MV ജയരാജനും പറഞ്ഞു. നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. CPIM PB അംഗം കൂടിയായ മുഖ്യമന്ത്രി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ BJP പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും EP-യുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല. BJP പ്രവേശനം കോൺഗ്രസിൽ നിന്ന് വ്യാപകമായി ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ BJP പ്രവേശനമെന്ന പക്ഷ നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം വാർത്തയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് തങ്ങളുടെ BJP പ്രവേശനത്തെ മറച്ചുപിടിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു. BJPയിലേക്ക് കോൺഗ്രസ് കൂട്ടത്തോടെ ഒഴുകുന്നുണ്ട്. ആ ഒഴുക്കിനെ ന്യായീകരിക്കാൻ BJPക്കാർക്കോ കോൺഗ്രസ്സുകാർക്കോ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ, എല്ലാവരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രചാരവേലയാണ് സുധാകരൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് പറയുന്നത്. അപ്പോൾ അന്തർധാര ശോഭാ സുരേന്ദ്രൻ്റെ പാർട്ടിയും സുധാകരൻ്റെ പാർട്ടിയും തമ്മിലാണ്. എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ടാണ് സുധാകരൻ പറയുന്നത്, മറ്റാരും പറഞ്ഞിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലും സുധാകരൻ്റെ അതിന്മേലുള്ള കമൻറ്റും തുടർന്നുള്ള കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അന്തർധാര BJPയും കോൺഗ്രസും തമ്മിലാണ്. എന്തായാലും CPMന്റെ നേതാക്കൾ ഈ വിഷയം തള്ളിക്കളയുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി മറുപടി പറയണം, കൂടുതൽ വ്യക്തതയോടെ മുഖ്യമന്ത്രിയുടെ മറുപടി വേണം എന്നാണ് UDF നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അതേസമയം തിങ്കളാഴ്ച പാർട്ടി യോഗം ചേരുന്നുണ്ട്. VV അരുൺ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, എന്തായാലും തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടിയാണല്ലോ അടുത്ത ദിവസം യോഗം ചേരാൻ പോകുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും EP ജയരാജൻ വിവാദം അത് ചർച്ചയാകും എന്ന കാര്യം ഉറപ്പല്ലേ? തീർച്ചയായിട്ടും EP ജയരാജൻ വിഷയം ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ സാധാരണ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗമാണ്. വെള്ളിയാഴ്ചയാണ് CPMന്റെ സെക്രട്ടറി യോഗങ്ങളെങ്കിലും ഇത്തവണ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസത്തിനകം ചേരുകയാണ്. പ്രധാന ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് മാറാൻ പോകുന്നത് EP ജയരാജന്റെ ഇന്നലത്തെ വെളിപ്പെടുത്തലാണ്. ശോഭാ സുരേന്ദ്രനും ദല്ലാ നന്ദകുമാറും പിന്നീട് K സുധാകരനും നടത്തിയ ആരോപണങ്ങളുണ്ട്. അത് സ്ഥിരീകരിച്ചുകൊണ്ട് EP ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രകാശ് ജാവ്ദേക്കറെ, കേരളത്തിന് ചുമതലയുള്ള BJPയുടെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കണ്ടു എന്ന വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടാക്കാമെന്നൊരു ആശങ്ക CPMനുണ്ട്. അത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞോട് EP ജയരാജൻ ചെയ്ത തെറ്റാണ് തള്ളിപ്പറഞ്ഞോടുകൂടി ആ പ്രശ്നം ഒഴിവായെന്ന് വിലയിരുത്തുമ്പോഴും ഇതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകും. EP നേരത്തെ കുറെ മാസങ്ങൾ പാർട്ടിയുമായി പിണങ്ങി നടന്നയാളാണ്. ആ സമയത്താണോ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നത്? 1 വർഷം മുമ്പ് നടന്ന ഒരു വിഷയമായാണ് ഇതിപ്പോൾ മനസ്സിലാകുന്നത്. 1 വർഷം മുമ്പാണ് ജാവ്ദേക്കർ EP ജയരാജനെ കണ്ടത്. ഏതാണ്ട് അതേ സമയത്താണ് EP ജയരാജനും പാർട്ടിയുമായുള്ള ഈ പിണക്കവും ആരംഭിക്കുന്നത്. അതുകൊണ്ട് പ്രകാശ് ജാവ്ദേക്കർ കണ്ടത് എന്ന് മാത്രമല്ല പ്രശ്നമായി CPM കാണുന്നത്, കണ്ട വിവരം പാർട്ടിയിൽ നിന്ന് മറച്ചുവെച്ചു. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ അത്തരമൊരു കൂടിക്കാഴ്ച നടന്നുവെന്ന് EP സ്ഥിരീകരിച്ചു. ഇതിന് രണ്ടിലുമാണ് കടുത്ത അച്ചടക്ക ലംഘനമുള്ളതായി CPM വിലയിരുത്തുന്നത്. എന്താണ് EP ജയരാജൻ ഉദ്ദേശമെന്ന് നേതാക്കൾ പരസ്പരം ചോദിക്കുന്നുമുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി തന്നെ EP-യെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായേക്കാം. EP-ക്ക് നടപടിയെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ നടപടിയിലേക്ക് ഇപ്പോൾ കടക്കും എന്ന് വ്യക്തമല്ല. പക്ഷേ EP-ക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെക്രട്ടേറിയറ്റ് യോഗത്തിലെ നേതാക്കളുടെ പ്രതികരണം, അതിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി, ഇതിന്റെ അടിസ്ഥാനത്തിലാകും CPM-ൽ EP-യുടെ ഭാവി. ശരിയാണ് അരുൺ. എന്തായാലും തെരഞ്ഞെടുപ്പ് അവലോകനത്തെക്കാൾ കൂടുതലായിട്ട് പ്രതിഫലിക്കാൻ പോകുന്നത് EP ജയരാജൻ വിവാദമാണ്. തിങ്കളാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. ഈ വിവാദത്തിൽ പ്രതികരണം നൽകിയിരിക്കുകയാണ് തോമസ് ഐസക്. ഈ വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്നാണ് തോമസ് ഐസക് പറഞ്ഞത്.
ഇ.പി. ജയരാജനെ ഈ കേന്ദ്ര നേതാവിനെ കണ്ടു എന്ന് പറയുന്ന വിഷയം പത്തനംതിട്ടയിൽ വിഷയമായിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോളിംഗിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഈ UDF ഒക്കെ ആരോപിക്കുന്നത്. ഇ.പി. ജയരാജൻ വിഷയോടെ ചർച്ച ചെയ്തു. അതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ രീതി എന്താണെന്നുള്ളത്. കൃത്യമായിട്ട് LDFന്റെ വോട്ടുകൾ അതിന് എണ്ണം വെച്ച് ഗ്രൂപ്പ് തിരിച്ച് പോളിംഗ് സ്ക്വാഡുകളുണ്ട്. അത് ഉച്ചയാകുമ്പോഴത്തേനും ആരൊക്കെയാണ് വരാത്തതെന്ന് കൃത്യമായി പുറത്തേക്ക് എണ്ണം വരും. അവരെ കൊണ്ടൊന്ന് എണ്ണിപ്പെറുക്കി ചെയ്യിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ.പി. ജയരാജൻ അത്തരത്തിൽ അതായത് കണ്ടു സംസാരിച്ചു, ഒരു BJP നേതാവിനെ കണ്ടു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞത് ഒരു ക്ഷീണമായി തന്നെ. അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പുറത്തേക്ക് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അത് പാർട്ടിക്കുള്ളിൽ ഘടകത്തിൽ ചർച്ച ചെയ്യട്ടെ. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞെടുത്താണ് നിൽക്കുന്നത്. കൂടിക്കാഴ്ച ശരിയായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂട്ടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. അത് ഈ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെ അല്ലേ സ്വാഭാവികമായിട്ട്? നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ. CPM ഈ വിഷയം ചർച്ച ചെയ്യും എന്നുള്ള നിലപാടെടുത്തിരിക്കെയാണ് എന്തിന് ജാവദേക്കറെ കണ്ടു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയണമെന്ന ആവശ്യവുമായി K. സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ജാവദേക്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ടെന്നും സുധാകരൻ ആരോപിക്കുന്നു. ഈ രാജ്യത്ത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഓർമ്മ വേണം. അദ്ദേഹവും ജാവേദ്കറും തമ്മിൽ എന്തിനാ കണ്ടുമുട്ടിയത്, എവിടെയാ കണ്ടുമുട്ടിയത്? അദ്ദേഹം പറയുന്നു പൊതുപരിപാടിയിലാണ്. ആരെങ്കിലും അറിഞ്ഞോ കേരളത്തിൽ അങ്ങനെ ഒരു പൊതുപരിപാടി പങ്കെടുത്തത്? ഇല്ല. അപ്പോൾ ജാവേദ്കറെ കാണുകയും ചെയ്തു, കണ്ടുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതൊരു കളവ്, കാരണം പറഞ്ഞ ഒരു കളവ് ഒരു പൊതുപരിപാടിയാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി കേരളത്തിലെ ജനങ്ങൾ അറിയില്ലേ? ജാവേദ്കറെ പോലുള്ള ഒരു BJPയുടെ നേതാവും മുഖ്യമന്ത്രിയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിൽ ജനങ്ങൾ അറിയണ്ടേ? അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് അറിഞ്ഞില്ല? അത്രയും രഹസ്യമായിട്ടാണ് അദ്ദേഹം നടത്തിയ പരിപാടിയെങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ്? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ്. അത് ഇന്നാൾ സന്ദർഭത്തിൽ സമ്മതിക്കേണ്ടി വന്നു. ജയരാജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജയരാജൻ ജാവേദ്കറെ കണ്ടു എന്നുള്ളത് സമ്മതിച്ചു. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അത് പറയണം, സത്യം. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് സത്യം പറയണം. എന്നിട്ട് എന്തുകൊണ്ട് കണ്ടു എന്നുള്ളത് പറയണം. ഇതൊക്കെ ഒരു അന്തർധാരയാണ് രാഷ്ട്രീയത്തിൽ. സ്വന്തം മകളുടെയും കുടുംബത്തിന്റെയും താല്പര്യം സംരക്ഷിക്കാൻ BJPയുടെ സഹായം അനിവാര്യമാണെന്ന അറിവ് മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് എന്ത് നാണം കെട്ടും മുഖ്യമന്ത്രി ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിൽക്കൂല ഒരു പരിപാടി ഒരു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി അറിയാതെ ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കാണില്ലെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. കൂടിക്കാഴ്ചയിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞത് കൃത്യമായ ഡീലാണെന്നും വേണുഗോപാൽ ആരോപിക്കുന്നു. ജയരാജൻ ബലിയാടായെന്നും ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതാണോ BJP ബാന്ധവമെന്നും KC വേണുഗോപാൽ ചോദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജാവദേക്കറെ കാണാൻ പറ്റില്ല. മുഖ്യമന്ത്രി അത് ഇന്നലെ പറയുകയും ചെയ്തു. ഞാനും അദ്ദേഹത്തെ കാണാറുണ്ട്, ഇടക്കിടക്ക് കാണാറുണ്ട്. അതിലൊരു തെറ്റുമില്ല. ജാവേദ്കർ ജയരാജന്റെ വീട്ടിൽ പോയി കാണുന്നതിനും ഒരു തെറ്റുമില്ല. ഇന്നിപ്പം കാണുന്നത് തെറ്റാണ്. ഇന്ന് പുതിയ കണ്ടുപിടുത്തം അവർ നടത്തിയിരിക്കുന്നു. അത് ഗുരുതരമായ തെറ്റാണ് ജയരാജൻ കണ്ടത്. ജയരാജൻ കണ്ടത് തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതും തെറ്റെന്നല്ലേ? ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം മുഴുവൻ ജയരാജൻ ജാവേദ്കറെ കണ്ടത് ന്യായീകരിക്കുകയും ജയരാജന്റെ കൂട്ടുകെട്ടിനെ എതിർക്കുകയാണ് ചെയ്തത്. ജാവേദ്കറിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്നലെ. ജയരാജന്റെ കൂട്ടുകെട്ട്, അതാണ് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ്. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീലാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഏജൻസികളുടെ ശ്രമങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ട് BJPയുമായിട്ടൊരു അവീത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നതാണ് സത്യം. അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പൊ ജയരാജൻ പ്രതിയായി, ജയരാജൻ ബലിയാടായി. ജയരാജനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. മുഖ്യമന്ത്രി അറിയാതെ ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറയുന്നു. രാഷ്ട്രീയമായ ചർച്ചയ്ക്കല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൂടിക്കാഴ്ച? അങ്ങനെ നിസ്സാരമായി അതിനെ കാണാൻ കഴിയുമോ? ഞാൻ ജയരാജനെ കുറ്റപ്പെടുത്തുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്
ജയരാജൻ എപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ BJP CPM ധാരണ, അന്തർധാര ഉറപ്പിക്കുന്ന കൂടിക്കാഴ്ചകളാണിതെല്ലാം എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മറ്റു തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി നോക്കാം. ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് മുസ്ലിം ലീഗും. പൊന്നാനിയും മലപ്പുറവും അനായാസം ജയിച്ച് കയറും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പറയുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ പോളിംഗ് വൈകിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നിരുന്നുവെന്ന് മുസ്ലിം ലീഗും പറയുന്നു. PMA സലാമിന്റെയും ET മുഹമ്മദ് ബഷീറിന്റെയും പ്രതികരണത്തിലേക്ക്. തീർച്ചയായും ഇന്നലത്തെ പോളിംഗ് കൂടി കഴിഞ്ഞപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷകൾ ഏറെ മുന്നോട്ട് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്ക് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കും സംസ്ഥാന തലത്തിൽ UDFനും അനുകൂലമായ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായി. ജനങ്ങൾ UDFനെയും ഇന്ത്യ മുന്നണിയെയും വിജയിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തി എന്നതിനുള്ള ധാരാളം തെളിവുകൾ ലഭ്യമാകുകയുണ്ടായി. അത് ഇന്നലെ നടന്ന പോളിംഗിൽ പ്രതിഫലിച്ചു. അതുകൊണ്ട് തന്നെ 20 സീറ്റിലും കേരളത്തിൽ UDF വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല ദുഷ്പ്രചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ദുഷ്പ്രചാരങ്ങളെല്ലാം തന്നെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കൊണ്ട് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും ആ വോട്ടിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ റിസൾട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സംഗതി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ഈ പ്രാവശ്യം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സിസ്റ്റം തന്നെ വളരെ സ്ലോ ആയിരുന്നു. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ കിട്ടേണ്ട ആ ടൈം ഓരോ ടൈമിന് വെച്ചിട്ടുള്ളതിന് പകരം അതങ്ങ് നീണ്ടുപോയി. അത് നമ്മൾ പ്രസ് ചെയ്ത സൗണ്ട് ഇതാക്കാൻ അവസാനിക്കാനും അതോടുകൂടി തന്നെ ഇതിൻ്റെ മറ്റ് റീഡിങ്ങും ഒക്കെ തന്നെ വൈകിയതായിട്ട് കാണാൻ സാധിച്ചു. പിന്നെ സ്ലോ ആണ്. പലയിടത്തും നോക്കുക പുതിയ ഓഫീസേഴ്സാണ്, പക്ഷേ അവർക്ക് വേണ്ടത്ര പരിചയമില്ല. അതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കുമ്പോൾ 10 മണി ഞാൻ തന്നെ എൻ്റെ മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് മുണ്ടുപൊടി എന്ന സ്ഥലത്ത് പോയപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ തന്നെ 9 മണിയായിരുന്നു. 10 മണി 10:30 മണിയൊക്കെ അതിനോട് കഴിഞ്ഞപ്പോൾ അങ്ങനെ പലയിടത്തും അങ്ങനെയായിരുന്നു. അപ്പം അതൊരു അപാകതയാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് കുറഞ്ഞത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 10% കൂടുതൽ വോട്ടുകളാണ് ഇത്തവണ കുറഞ്ഞത്. അതായത് 1,20,000-ഓളം വോട്ടുകൾ കുറഞ്ഞു. ഇതിൽ ആശങ്കയുണ്ട് മുന്നണികൾക്ക്, പക്ഷേ അവർ അത് പുറത്തു കാണിക്കുന്നില്ല. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ആന്റണി. വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണം CPMന്റെ കള്ള വോട്ടുകൾ തടയുവാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ മടിച്ചതുമാണ്. ഈ 2 കാരണങ്ങളുമാണ് ആന്റണി പറയുന്നത്. 100% വിജയപ്രതീക്ഷയാണ്. നല്ല ഭൂരിപക്ഷം കിട്ടും. ഇടയ്ക്ക് അങ്ങ് കുറച്ച് ആശങ്കകളൊക്കെ കുറച്ച് ആരോപണങ്ങളൊക്കെ വെച്ചിരുന്നല്ലോ, കള്ളവോട്ട് സംബന്ധിച്ച ആരോപണങ്ങൾ. അത്തരം ആരോപണങ്ങൾ അത് ശരിയാണെന്ന് ഇപ്പോൾ വീണ്ടും തോന്നുന്നു. അല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നടന്ന പത്തനംതിട്ട തന്നെയാണ്. പക്ഷേ ഇതായിരുന്നില്ല ലക്ഷ്യം. കാരണം 309ഓളം ഈ ബാങ്കുകളിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലും കള്ളവോട്ട് ചെയ്യുന്ന സംഘത്തെ പാർട്ടി ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാൽ 1,00,000 കള്ളവോട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. കാരണം പ്രവാസികൾ, ജോലിയായി പുറത്തുള്ളവർ, വോട്ട് ചെയ്യാൻ കഴിയാത്തവർ, ഇവരുടെ എല്ലാം കള്ളവോട്ട് ചെയ്യാൻ കഴിയുമെന്നാണ്. പക്ഷേ അതിനുവേണ്ടിയാണ് ഈ 85% ഇടതുപക്ഷക്കാരെ കുത്തി നിറച്ച ഒരു പോളിംഗ് ഓഫീസേഴ്സിൻ്റെ ലിസ്റ്റായിരുന്നു. ആ ലിസ്റ്റ് ഓർത്തി പാർട്ടിക്ക് കൊടുത്ത് പാർട്ടി അതാത് സ്ഥലങ്ങളിൽ കൊടുത്ത് നിങ്ങൾക്ക് ഈ ബൂത്തുകളിൽ ചെന്നാൽ കള്ളവോട്ട് ചെയ്യാമെന്നുള്ള മെസ്സേജാണ് കൊടുത്തത്. പക്ഷേ ചോർത്തി കൊടുത്തവൻ സർവീസിൽ നിന്ന് പുറത്തു പോയതോടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയപ്പാടുണ്ടായി. അതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ കള്ളവോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം. പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 2019 വോട്ട് ശതമാനം വെച്ച് ഗണ്യമായ വോട്ട് ശതമാനം കുറഞ്ഞിരിക്കുന്നു. UDFനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഇല്ല, 2009-ലും 2014-ലും ഈ 65% ഉള്ളൂ. അന്നാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. ഈ വോട്ടിംഗ് ശതമാനം പത്തനംതിട്ട കൂടുന്ന കള്ളവോട്ടാണ്. ആ കള്ളവോട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ EP ജയരാജൻ BJPയുമായി CPMും BJPയുമായി ഡീൽ ഉറപ്പിച്ചു വന്ന വാർത്ത വന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഒരു ബൂത്തിലും ഇടതുപക്ഷക്കാരെ കണ്ടിട്ടില്ല. ഒരു ആദർശമുള്ള ഒരു തത്വസംഹിതയുടെ പേര് കമ്മ്യൂണിസത്തിൽ നിന്ന് മുഴുവൻ ആളുകളും വോട്ട് ചെയ്യാതെ വീട്ടിൽ കയറി. വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അതുപോലെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള പരാതി, സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാത്ത നിരവധി BJPക്കാരുണ്ട്. വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഒരു കുറവ് ഈ 2 കാരണങ്ങളാണ്.
തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നല്ല ഭൂരിപക്ഷം. എന്നാൽ ആന്റണി ഉന്നയിച്ച ഈ രണ്ട് ആരോപണങ്ങളും മറ്റ് സ്ഥാനാർത്ഥികൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. അനിൽ ആന്റണി പറഞ്ഞത് ആന്റണി പരാജയം സമ്മതിച്ചു എന്നതിന്റെ സൂചനയാണ് തനിക്കെതിരെയുള്ള ആരോപണം എന്നുള്ളതാണ്. അതേസമയം ഇടത് വോട്ടുകൾ ചെയ്യാതിരുന്നിട്ടില്ല എന്ന് തോമസ് ഐസക്കും പ്രതികരിച്ചു. ആലപ്പുഴയിലെ ജനവിധിയിൽ നിർണായകമാവുക തീരദേശ മേഖലയിലെ വോട്ടുകളാണ്. ഒരുപോലെ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും ഈ വോട്ടുകൾ ആർക്ക് അനുകൂലമാകുമെന്നത് മുന്നണികളെ കുഴപ്പിക്കുന്നുമുണ്ട്. ആദ്യം AM ആരിഫിന്റെ പ്രതികരണം കേൾക്കാം. അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. കാര്യം ഞാൻ രണ്ട് ഘട്ടത്തിലും ഇതിനു മുമ്പ് മത്സരിച്ച സമയത്ത് നല്ല ഹൈ പോളിംഗ് വന്നിട്ടുള്ള സമയങ്ങളുമുണ്ട്, പോളിംഗ് കുറഞ്ഞ സമയങ്ങളുമുണ്ട്. രണ്ട് ഘട്ടത്തിലും ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആർക്ക് അനുകൂലം പ്രതികൂലം എന്നിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ പറ്റത്തില്ല. എന്തായാലും LDF ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ 1% പോലും നമുക്ക് സംശയമില്ല. 101% ഉറപ്പാണ് ജയിക്കും. പോളിംഗ് കുറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ അപാരമായ ചൂട്, ഇലക്ഷൻ പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ പലയിടങ്ങളിലും തുടക്കത്തിൽ ഇപ്പോൾ അതിൻ്റെ പിന്നെ കുഴപ്പത്തിലായി. അത് പോയി രണ്ടാമത് കൊണ്ടുവന്നതിന് മെയിൻ്റനൻസ് ഒക്കെ നടത്തി വന്നപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചില സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. കാത്തിരിക്കുന്നതിനാണെങ്കിൽ ആളുകൾക്ക് നമ്മളിപ്പോൾ 1,34,000 കോടിയാണ് ഈ ഇലക്ഷൻ മെഷീനറി സെറ്റപ്പ് ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ് ചെലവഴിച്ചതെന്നാണ് കണ്ടത്. അപ്പോൾ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും 1,00,000 കോടിയോളം രൂപ മുടക്കിയിട്ടുണ്ട്. അവരിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ബൂത്തുകളിലൊക്കെ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഈ കസേര, ഫാൻ, വെള്ളം, ഇതൊക്കെയാണ് പൈസ മുടക്കേണ്ടത്. ചുമ്മാ എല്ലാവരും വോട്ട് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരുമൊക്കെ പിന്നെ ഇങ്ങനെ പരസ്യം കാണിച്ചുകൊണ്ട് കാര്യമില്ല. അത് പരസ്യത്തിന് പൈസ കൊടുക്കണം. ആ പൈസ എടുത്ത് നമ്മുടെ ബൂത്തുകളിലെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും AM ആരിഫ് വിജയപ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, മറ്റ് രണ്ടുപേരും UDF ക്യാമ്പും അതുപോലെ തന്നെ BJP ക്യാമ്പും എന്ത് കാര്യങ്ങളാണ് പറയുന്നത്? ഇപ്പോൾ ആരിഫ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും ഈ സാങ്കേതിക കാരണങ്ങൾ മാത്രമാണല്ലോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. മഞ്ജുഷ, ആലപ്പുഴയിൽ വളരെ വാശിയേറിയ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഫലത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ വെള്ളാപ്പള്ളിയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെട്ടിയിൽ കിടക്കുന്ന വോട്ട് ആർക്കാണെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം വിവിധ മുന്നണികൾക്കുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ പോലും UDF ക്യാമ്പുകളിൽ തികഞ്ഞ ആത്മവിശ്വാസം അവർ പുലർത്തുന്നുണ്ട്. മികച്ച രീതിയിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി കയറി വരും, KC വേണുഗോപാൽ കയറി വരും എന്നുള്ള പ്രതീക്ഷ തന്നെ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ തീരദേശ മേഖലകളിലടക്കം NDAക്ക് വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഫാക്ടറുണ്ട്, അത് SNDP ഫാക്ടർ തന്നെയാണ്. അത് ഈഴവ വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യം, അത് ഈഴവ വോട്ടുകളിൽ വലിയൊരു ഭിന്നിപ്പ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ CPM കോട്ടകളിലും ഒപ്പം തന്നെ ഈ CPM കോട്ടകളിൽ വിള്ളൽ വരുത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയും അത്തരം കാര്യങ്ങൾ വിലയിരുത്തലും പാർട്ടി കേന്ദ്രങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ, അതായത് ഇടതുപക്ഷം പ്രതീക്ഷിച്ചത്ര ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ AM ആരിഫിലേക്ക് ബൾക്കായി വരുമെന്ന് കരുതിയ വോട്ടുകൾ വന്നിട്ടില്ല എന്നുള്ളത് ആണ് ഇപ്പോഴത്തെ പ്രാഥമിക കണക്കുകൾ. പാർട്ടി കേന്ദ്രങ്ങൾ എടുക്കുന്ന കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അമ്പലപ്പുഴ അടക്കമുള്ള മേഖലകൾ KCക്ക് അതൊരു നല്ല ലീഡ് നൽകുന്ന രീതിയിലേക്ക് മാറുമെന്നുള്ളതാണ്. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പുണ്ടാവുകയും അത് KC വേണുഗോപാലിലേക്ക്, പ്രത്യേകിച്ച് AM ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി അത് LDFിലേക്ക് വരുമെന്ന് കരുതിയ വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ പോയിട്ടുണ്ട്. അതേസമയം തന്നെ UDFിന്റെ തീരദേശ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ കൃത്യമായ ഒരു ആധിപത്യം, അവിടെ BJPക്ക് അവിടെ ഒരു ആധിപത്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ലാറ്റിൻ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഈഴവ വോട്ടുകളും നായർ വോട്ടുകളും അതിൽ UDFിന് ഒരു പരിധി വരെ അത് പോൾ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക കണക്കുകൾ ആലപ്പുഴയിൽ ലഭ്യമാകുന്നത്. എന്തായാലും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് ആലപ്പുഴയിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ 80 ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു 74-അപ്പുറത്തേക്ക് പോളിംഗ് ശതമാനം പോയിട്ടുണ്ട്. കനത്ത ചൂടും പ്രശ്നങ്ങളും പലയിടങ്ങളിലും വോട്ടിംഗ് മന്ദഗതിയിലായതുമൊക്കെ ഈ രീതിയിൽ ആളുകൾ മടങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരങ്ങൾ 10 മണിവരെ വോട്ടിംഗ് നീണ്ട സ്ഥലങ്ങളും ഒക്കെ ആലപ്പുഴയിൽ ഉണ്ട്. എന്തായാലും എല്ലാ മുന്നണികളും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷ വെക്കുമ്പോൾ പോലും UDF ക്യാമ്പുകൾക്കാണ് കുറച്ചുകൂടെ ഒരു ആത്മവിശ്വാസമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ NDAയുടെ വോട്ട് 1,87,000-ൽ നിന്ന് 2 ലക്ഷം കടന്നാൽ അത് ഇത്തവണ ആരുടെ വോട്ടുകളാണ് കൂടുതൽ പിടിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്കോ കോൺഗ്രസിലേക്കോ, പ്രത്യേകിച്ച് BJPയിലേക്ക് ഈഴ വോട്ടുകൾ ഒരു ഒഴുക്കുണ്ടായിട്ടുണ്ട്. അത്
അത് CPM-നെ ബാധിക്കുമോ, ഇടതുപക്ഷത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക CPM-നിടയിൽ ആലപ്പുഴയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഈ ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ അത് തന്നെയാണ് ഇരു മുന്നണികളുടെയും വിജയത്തെ നിർണ്ണയിക്കുക. ആദ്യഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടമല്ലായിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കൃത്യമായ മെജോറിറ്റി എല്ലാ മുന്നണികളും അവർ കൃത്യമായ അത് ആലപ്പുഴയിൽ മത്സരിച്ചവരെല്ലാം തലയെടുപ്പുള്ള സ്ഥാനാർത്ഥികളുമായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരം വലിയ തോതിൽ കടുക്കുന്ന, പ്രചാരണം വലിയ തോതിൽ കടുക്കുന്ന സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എങ്കിലും നേരിയ തോതിൽ UDF കേന്ദ്രങ്ങൾ തന്നെയാണ് അവരുടെ ഒരു കോൺഫിഡൻസും അവരുടെ ഒരു വിജയപ്രതീക്ഷയും ഇവിടെ ആലപ്പുഴയിൽ പങ്കുവെക്കുന്നത്. ശരണി, ഏതായാലും ആലപ്പുഴയിലും മുന്നണികൾ കൂട്ടലും കിഴിക്കലിലുമാണ്. തീരദേശ വോട്ടുകൾ ആലപ്പുഴയിൽ നിർണായകമായി മാറിയിട്ടുമുണ്ട്. കോട്ടയത്ത് പത്തനംതിട്ട കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ഉള്ള സ്ഥലമാണ്. 65.63% കോട്ടയത്തെ പോളിംഗ്. കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്യുന്നതിൽ കുറഞ്ഞിട്ടുണ്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ. പക്ഷേ വിജയപ്രതീക്ഷയിലാണ് LDF-ഉം UDF-ഉം. എന്തായാലും മുന്നണികളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലും ഒപ്പം തന്നെ ആശങ്കയിൽ കൂടിയാണ്. കാരണം കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ടിൻ്റെ വെച്ച് നോക്കിയാൽ ഏതാണ്ട് 84,670 വോട്ടുകളുടെ കുറവ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എവിടെയെങ്കിലും ഒരിടത്ത് മാത്രമല്ല, ഇടതുകോട്ടയായ വൈക്കത്തുൾപ്പെടെ ആ വോട്ടിംഗ് പെർസെൻറ്റേജും മാത്രമല്ല പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. വൈക്കത്ത് 1,21,365 വോട്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 1,17,000 കുറഞ്ഞിരിക്കുന്നു. ഏറ്റുമാനൂരിൽ 1,24,000 ഉണ്ടായിരുന്നത് 1,11,000 കുറഞ്ഞിരിക്കുന്നു. ഈ പുതുപ്പള്ളി പോലെ ഉള്ള UDF-ന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ 1,27 പോൾ ചെയ്തെടുത്ത് 1,16 കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പിറവത്ത് 1,49 കഴിഞ്ഞ തവണ പോൾ ചെയ്യപ്പെട്ടത്. ഇന്ന് 1,35 കുറഞ്ഞിരിക്കുന്നു. പാലായിൽ 1,29 നിന്ന് 1,19 കുറഞ്ഞിരിക്കുന്നു. എന്തായാലും കോട്ടയം കൂടി എടുത്താൽ 1,19 നിന്ന് 1,6 കുറഞ്ഞിരിക്കുന്നു. ഇതാണ് പൊതുവെ ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം. അതായത് ഇത് കേവലം ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ ഒന്നല്ല എന്ന് തന്നെ മുന്നണികൾ വിലയിരുത്തുകയാണ്. രാവിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ SNDP വോട്ടുകൾ എന്നുള്ളത് UDF-ന്റെ ചോർന്നെങ്കിൽ അപ്പുറത്ത് LDF-ന്റെയും ചോർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അളക്കാനുള്ള എന്ത് യന്ത്രമാണ് ഇടതുമുന്നണിക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഈ ഇടതുമുന്നണിയുടെ ആഭ്യന്തര കണക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം സംസാരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകളിൽ വ്യക്തമാണ്. കഴിഞ്ഞ തവണത്തെ അത്ര ഭൂരിപക്ഷം കോട്ടയത്ത് ഉണ്ടാകില്ല എന്നവർ ഉറപ്പിക്കുകയാണ്. 1,06,000 ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ചാഴികാടന് ലഭിച്ചത്. അതൊരു 50,000 അടുത്തേക്ക് എത്തണം. കാരണം പോള് തന്നെ ചെയ്യപ്പെട്ട വോട്ട് തന്നെ ഏതാണ്ട് 84,000 കുറഞ്ഞതോടെ ഭൂരിപക്ഷത്തിലും കുറവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ശബരിമല അനുകൂല വികാരം കഴിഞ്ഞ തവണ വലിയ നിലയിൽ UDF-ന് ഗുണമായിരുന്നു. രാഹുൽ ഗാന്ധി ആദ്യ തവണ മത്സരിച്ചപ്പോഴുള്ള വലിയ വികാരം ഗുണമായിരുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങൾ കഴിഞ്ഞ തവണ ഗുണമായതായി അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്രത്തോളം വലിയൊരു ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വിജയമുറപ്പ് എന്ന് തന്നെ അവർ പറയുകയാണ്. മറിച്ച് ഇടത് ക്യാമ്പിൻ്റെ ഒരു വിലയിരുത്തൽ ഈ പലയിടത്തും സാധാരണഗതിയിൽ NSS വോട്ടുകളൊക്കെ BJP-ക്ക് പോകാതെ UDF-ന് പോകുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പല അത്തരം വോട്ടർമാരും വോട്ട് ചെയ്യാതെ മാറിയിരുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഇടതുപക്ഷത്തിനും അത്തരം വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പം 100 വോട്ടർമാരാകെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 30 വോട്ടർമാർ വരെ ഇടതുപക്ഷത്തിന് മാറി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ആഭ്യന്തര കണക്ക് വരുന്നത്. ഈ SNDP വോട്ടുകൾ കുമരകവും വൈക്കവുമാണ് ഇടതുപക്ഷത്തിൻ്റെ വലിയ കോട്ടയായിട്ടുള്ളത്. മറ്റു പലയിടങ്ങളിലുമുള്ള വോട്ടുകൾ അത് UDF-നും നഷ്ടപ്പെടുന്ന വോട്ടുകളാണ് എന്നതുകൂടി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ചെറിയ വോട്ടിനാണെങ്കിലും ജയിക്കുമെന്നതാണ് അവരുടെ പ്രതീക്ഷ. NDA ക്യാമ്പും ഈ വൈക്കത്തടക്കമുണ്ടായ വലിയൊരു പോളിംഗ്, അതായത് കഴിഞ്ഞ ഈ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ചുണ്ടായ വലിയ പോളിംഗ് അത് തങ്ങൾക്ക് ഗുണമാകുമെന്ന പ്രതീക്ഷയിലാണ്. മറ്റ് BJP വോട്ടുകൾ കൂടി ചേർന്നുകൊണ്ട് ജയിക്കാമെന്ന ആത്മവിശ്വാസം NDA ക്യാമ്പും പങ്കുവയ്ക്കുകയാണ്. എന്തായാലും മുന്നണികൾ കണക്കുകൂട്ടലുകളിലാണ്. പക്ഷേ വിധി അറിയാൻ ഇനി കാത്തിരിക്കണം എന്നുള്ളതാണ് ഇതിൽ എടുത്ത് കാണേണ്ടത്. കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ 75% പോളിംഗ്. കഴിഞ്ഞ തവണ 80% മുകളിൽ പോളിംഗ് ഉണ്ടായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ. ഇത്തവണയും കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ. കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. പക്ഷേ എതിർ സ്ഥാനാർത്ഥിയായി MV ബാലകൃഷ്ണൻ ഇക്കാര്യം നിഷേധിക്കുന്നു.
വോട്ട് പൂർണ്ണമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുണ്ട്. പോളിംഗ് ശതമാനം കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം വേണ്ടത്ര UDFൻ്റെ ക്യാമ്പ് സജീവമായിരുന്നില്ല എന്ന് മാത്രമല്ല, UDFൻ്റെ ആളുകൾ വോട്ട് ചെയ്യാൻ പല സ്ഥലങ്ങളിലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ LDF ക്യാമ്പുകളിൽ കഴിഞ്ഞ കാലത്തുനിന്നൊക്കെ ഏറെ വ്യത്യസ്തമായി തന്നെ ഇത്തവണ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന അർത്ഥത്തിൽ തന്നെ ആദ്യന്തം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് പൂർണ്ണമായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ BJPയിൽ ചേരുമെന്ന പത്മജ വേണുഗോപാലിന്റെ പരാമർശത്തിന് മറുപടിയുമായി ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജ വേണുഗോപാൽ പുറത്തിറങ്ങി നടക്കില്ല എന്ന് ഉണ്ണിത്താൻ പറയുന്നു. തന്റെ അച്ഛൻ K. കരുണാകരൻ അല്ലെന്നും പത്മജ പരസ്യ സംവാദത്തിന് തയ്യാറാകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരിഹാസം. പത്മജ അച്ഛനല്ലോ ഞാൻ ജനിച്ചത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല. എനിക്ക് ഒരു നല്ല പിതാവുണ്ട്, ആ പിതാവിനാണ് ഞാൻ ജനിച്ചത്. മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. അത് MP ആയാലും അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ് പാർട്ടി മരിക്കുന്നവരോടത്തില്ല. കാരണം ഇത്രയും വർഷം എനിക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ, എന്നിട്ട് ഞാൻ ഒരിടത്തും പോയില്ലല്ലോ. ഇപ്പം എനിക്ക് പാർട്ടി തന്നല്ലോ, മത്സരിക്കാൻ ഇവിടെ സീറ്റ് തന്നു, ഞാൻ ജയിച്ചു, MP ആയി. ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഞാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പൂർണ്ണമായി സംതൃപ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഞാൻ. ഇനി എനിക്കൊന്നും ഈ പാർട്ടിയിൽ നിന്ന് കിട്ടണമെന്ന് താല്പര്യമില്ല, അങ്ങനെയുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഇതുവരെ കിട്ടിയതിൽ പൂർണ്ണ സംതൃപ്തനാണ്. പിന്നെ എന്തിനാ ഞാൻ കൂടുതൽ പിന്നെ ഇവരെ പത്മജ വേണുഗോപാലൊക്കെ നിങ്ങൾ EDയോടൊക്കെ ഒന്ന് പറയണം, ഇവരുടെയൊക്കെ പിന്നെ ഒന്ന് സെർച്ച് ചെയ്യാൻ പറയണം. കാരണം ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ കൈപ്പറ്റിയവരാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം അധികാരമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം സകല ആളുകളും ഇവരുടെ മുമ്പിൽ പത്മജയുടെ 80 വയസ്സുള്ള ആളുകൾ പത്മജയെ പത്മേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ വിളിച്ചെങ്കിൽ ഈ പാർട്ടി നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്, അത് ഞാൻ പറയും. അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ്. അപ്പോൾ കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിച്ചാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക്. അതുകൊണ്ട് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നവരോട് പറഞ്ഞേക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കൂടെ പ്രവർത്തിച്ചവർക്കൊപ്പം സിനിമ കാണാൻ ഇത്തവണയും ചാണ്ടി ഉമ്മൻ സമയം കണ്ടെത്തി. ഫഹദ് ഫാസിൽ നായകനായ ആവേശം കാണാൻ 150 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടാണ് ചാണ്ടി പാല പൂത്തേട്ട് സിനിമാസിൽ എത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ അതിന്റെ ആവേശം അവസാനിക്കാതിരിക്കാൻ ഇതാ ഒരു ടീം എന്നോടൊപ്പമുണ്ട്. എന്നോടൊപ്പമുള്ളത് ഇതാരാണിത്? പുതുപ്പള്ളിയിലെ ചാണ്ടി ഉമ്മന്റെ പിള്ളേരാണ്. അതായത് ചാണ്ടിയുമ്മന്റെ ഒരു പതിവാണിത്. ഇതെന്താണിത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും പിള്ളേരെയും കൂട്ടി സിനിമയ്ക്ക് പോവാ പാലാ പുത്തേട്ടിലേക്ക്, എന്താണ് കാര്യം? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇറങ്ങാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും വന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു മൂഡ് കണ്ടിന്യൂ ചെയ്യുന്നു. എത്ര പേരുണ്ട്? നമ്മളൊരു 150 പേരിലുണ്ട്. ആവേശമാണ്. എന്തുകൊണ്ടാണ് ആവേശം? അല്ല, അത് നല്ല സിനിമയാണെന്ന് കരുതുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ ആവേശം തുടരുന്നു. ഈ രംഗണ്ണൻ ഫാനാണോ, അതായത് ഫഫ ഫാനാണോ? അതോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് സിനിമകൾ വളരെ കുറച്ചേ കാണാൻ പറ്റുന്നുള്ളൂ. അവസാനം കണ്ടത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടത് ഫിലിമാണ്, പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവരും എനിക്കിഷ്ടമാണ്. ശിവചേട്ടാ, ഇതെന്താ ടിക്കറ്റ് ഫ്രീ ആണോ? സ്ഥിരം ഇങ്ങോട്ടാണല്ലോ എത്തുന്നത്? അതുകൊണ്ടല്ല, അതൊരു ബന്ധമാണ്. എനിക്കിപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ഓർമ്മ വരുമോ? ഉമ്മൻചാണ്ടി സാർ ഇതുപോലെ തന്നെ പ്രവർത്തകരുടെ ഇടയ്ക്ക് പ്രവർത്തിച്ച ആളാണ്. അതേ രീതിയിലാണ് പുതുപ്പള്ളി മുന്നോട്ട് പോകുന്നത്. വലിയ സന്തോഷമുണ്ട്. ഇവിടെ തന്നെ വന്നതിനുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ തവണയും ജയിലർ സിനിമ കാണാനാണ് വന്നത്. അന്നും വലിയ ആവേശമായിരുന്നു. അന്ന് അധികം പേരില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇതാ പുതുപ്പള്ളിയിലെ മുഴുവൻ പ്രവർത്തകരുമായിട്ട് വന്നിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. ഈ ഇലക്ഷന്റെ ഒരു ആവേശം എന്താ? നിങ്ങൾ എന്താ പറയുന്നത്? ആണ്ടി എന്താ പറയുന്നത്? 100%. ഇതിനകത്ത് ജയത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വോട്ട് കുറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയില്ല. പക്ഷേ
പോളിങ്ങിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് ആശങ്കകളുണ്ട്. ഞാൻ തുടക്കത്തിൽ 7-8 ബൂത്ത് എന്ന് പറഞ്ഞു, പക്ഷെ അതിൽ കൂടുതലുണ്ടായിരുന്നു. ഞങ്ങളൊരു ബൂത്തിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു കാരണവശാലും വോട്ടിംഗ് മുന്നോട്ട് പോകുന്നില്ല, 2 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത്. അപ്പം അത് അനുവദിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ ആലോചിക്കണം എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത്. ഇവര് പലരും നേരത്തെ പുതുപ്പള്ളിയുടെ രംഗണ്ണനാണെന്നൊക്കെ പറയുന്നത്, അതാണ് ഈ പിള്ളേരുമായിട്ടാണ് ഫുള്ള് കളി. ഞാനും അഭിപ്രായമല്ലേ. അതായത് അത് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ഇത് ചെറുപ്പക്കാർ, അതായത് താനും അതിൽ ഉൾപ്പെട്ടതാണെന്ന് പറയുന്നത്. എന്തായാലും സിനിമ കാണാനുള്ള ആവേശത്തിലാണ് പുതുപ്പള്ളിയിലെ ടീം. ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാല. പരിഗണനയിലുണ്ടായിരുന്ന എല്ലാ ബില്ലുകളിലും ഗവർണർ ഒപ്പിട്ടു. ഭൂപതിവ് ഭേദഗതി ബില്ലും ഇതിൽ ഉൾപ്പെടുകയാണ്. ഡയറി വെൽഫെയർ ഫണ്ട് ബിൽ, അബ്കാരി ഭേദഗതി ബിൽ, സഹകരണ സൊസൈറ്റീസ് ബിൽ, നെൽവയൽ തണ്ണീർത്തട ഭേദഗതി ബിൽ എന്നിവയിലാണ് ഗവർണർ ഒപ്പിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ഒട്ടേറെ വിമർശനങ്ങൾക്ക് കാരണമായതാണ് നിയമസഭ പാസാക്കി അയച്ചിട്ടും ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നു എന്നുള്ളത്. ആ വിവാദം അവസാനിക്കുകയാണല്ലോ. ഇനി ഈ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ? ഗവർണർക്ക് മുമ്പാകെ നിയമസഭ പാസാക്കി സർക്കാർ സമർപ്പിച്ച ബില്ലുകളിലെല്ലാം ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ പ്രധാനപ്പെട്ട ലോകായുക്ത ഭേദഗതി ബിൽ രാഷ്ട്രപതി അംഗീകരിച്ചു. യൂണിവേഴ്സിറ്റി ഭേദഗതി ബിൽ രാഷ്ട്രപതി തടഞ്ഞു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റു ബില്ലുകളാണ് ഗവർണറുടെ പക്കൽ ഇപ്പോൾ 5 ബില്ലുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഭൂപതിവ് ഭേദഗതി നിയമം, തണ്ണീർത്തട ഭേദഗതി നിയമം എന്നിവയാണ് വളരെ പ്രധാനപ്പെട്ടത്. രണ്ടും ഗവർണർ പാസ്സാക്കാത്തത്, പ്രത്യേകിച്ച് ഇടുക്കി ഉൾപ്പെടെ ഭൂപതിവ് ഭേദഗതി നിയമം പാസ്സാക്കാത്ത വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കണമെന്ന ആവശ്യം ഭൂരിപക്ഷങ്ങളിൽ ഉയർന്നു വന്നതാണ്. അതുൾപ്പെടെയുള്ള ബില്ലുകളിലാണ് ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതോടുകൂടി ഗവർണർക്ക് മുന്നിൽ ഇനി ബില്ലുകൾ ബാക്കിയില്ല. സർക്കാരിന്റെ വലിയൊരു പരാതിയാണ് ഇതോടുകൂടി അവസാനിക്കുന്നത്. സഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ പിടിച്ചുവയ്ക്കുന്നത്, അനിശ്ചിതമായി പിടിച്ചുവയ്ക്കുന്നത് ജനാധിപത്യ വിരുദ്ധമെന്ന വിമർശനമാണ് സംസ്ഥാനത്തെ ഭരണപക്ഷം ഉയർത്തിയത്. ശരി അരുൺ, എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ വിവാദം അവസാനിച്ചിരിക്കുകയാണ്. പിടിച്ചുവെച്ചിരുന്ന എല്ലാ ബില്ലുകളിലും ഗവർണർ ഒപ്പിട്ടു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6650, പവന് 53,200 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5570, പവന് 44,560 രൂപ. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും.